പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ 5ാമത്തെ ചാപ്റ്റർ വരെ നമ്മൾ പഠിച്ചു. അതിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയെ പറ്റിയും അതിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. ഇനി ഈ ചാപ്റ്ററിൽ, അതായത് 6th ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്പേർഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഡിസ്പേർഷനിൽ നമ്മൾക്ക് പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ് പഠിക്കാനുള്ളത്? ആദ്യം ഡിസ്പേർഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിസ്പേർഷൻ ഈസ് ദ ഡിഗ്രി ഓഫ് സ്കാറ്റർ ഓർ വേരിയേഷൻ ഓഫ് ദ വേരിയബിൾ എബൌട്ട് എ സെൻട്രൽ വാല്യൂ. അപ്പോൾ ഒരു സെൻട്രൽ വാല്യൂവിൽ നിന്നുള്ള വേരിയേഷനോ ആണ്, അല്ലെങ്കിൽ സ്കാറ്റർനെസ് എന്ന് വെച്ചാൽ സ്കാറ്റേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വിതറിയത്. അപ്പോൾ ആ ഒരു സെൻട്രൽ വാല്യൂവിൽ നിന്നുള്ള സ്കാറ്റേർഡ്നെസ്സിനെയാണ്, അല്ലെങ്കിൽ വേരിയേഷനെയാണ് എന്ത് പറയുന്നത്? ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ദെയർ ആർ സെവറൽ മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി ഓർ ഡിസ്പേർഷൻ. അപ്പോൾ പ്രധാനപ്പെട്ട മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി അല്ലെങ്കിൽ ഡിസ്പേർഷൻ, പ്രധാനപ്പെട്ട ഡിസ്പേർഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന് പറയുന്നത് റേഞ്ചാണ്, രണ്ടാമത്തത് പറയുന്നത് ക്വാർട്ടൈൽ ഡീവിയേഷൻ, മൂന്നാമത്തത് മീൻ ഡീവിയേഷൻ, നാലാമത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതിൽ നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഡിസ്പേർഷൻ എന്ന് നോക്കാം. ഡിസ്പേർഷൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയെന്ന് നോക്കാം. എ ഗുഡ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഷുഡ് പൊസസ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. ഒരു നല്ല മെഷർ ഓഫ് ഡിസ്പേർഷൻ ആവണമെങ്കിൽ അതിന് ഈ താഴെ പറയുന്ന പ്രോപ്പർട്ടീസൊക്കെ വേണം. അതിൽ ഒന്നാമത്തത് ഇറ്റ് ഷുഡ് ബി റിജിഡ്ലി ഡിഫൈൻഡ്. അത് നമ്മൾ ആവറേജിന് പറഞ്ഞ പോലെ തന്നെയാണ്. ആവറേജിൻ്റെ ഡിസേബിൾ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് ആവറേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു 5 പോയിൻ്റ് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ഒരു നല്ല ഡിസ്പേർഷൻ ആവണമെങ്കിൽ അതിനുള്ള പ്രോപ്പർട്ടീസാണ് പറയുന്നത്. ഒന്നാമത് ഇറ്റ് ഷുഡ് ബി റിജിഡ്ലി ഡിഫൈൻഡ്. രണ്ടാമത് ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻസ്. എല്ലാ ഒബ്സർവേഷനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കണം അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്, ഈസി ടു കാൽക്കുലേറ്റ്. അപ്പോൾ മനസ്സിലാക്കാൻ എളുപ്പവും കണക്കൂട്ടാൻ എളുപ്പവുമായിരിക്കണം. മനസ്സിലാക്കാൻ ലളിതവും കണക്കൂട്ടാൻ എളുപ്പവുമായിരിക്കണം. ഇറ്റ് ഷുഡ് ബി എമിക്കബിൾ ടു ഫർദർ ആൾജിബ്രിക് ട്രീറ്റ്മെൻറ്റ്. അത് ഫർദർ ആൾജിബ്രിക് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാൽ ചില സംഖ്യകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ വിലക്ക് വ്യത്യാസം വന്നുകൂടാ. ഇറ്റ് ഷുഡ് നോട്ട് ബി അൺഡ്യൂലി എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. എക്സ്ട്രീം വാല്യൂസ്, ഏറ്റവും വലിയ വിലയെ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ വിലയെ കൂടുതലായിട്ടത് ബാധിച്ചുകൂടാ. ഈ ഡിസ്പേർഷൻ ബാധിച്ചുകൂടാ. അങ്ങനെയുള്ള ഡിസ്പേർഷൻ, അങ്ങനെയുള്ളതിനെയാണ് നല്ല ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ആദ്യത്തെ നോക്കാം, റേഞ്ച് കാണാൻ വളരെ എളുപ്പമാണ്. റേഞ്ച് എങ്ങനെ കാണുന്നത്? റേഞ്ച് ആർ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹയസ്റ്റ് വാല്യൂ എച്ച് ആൻഡ് ലോവസ്റ്റ് വാല്യൂ എൽ ഇൻ ദ സെറ്റ് ഓഫ് ഡാറ്റ. അപ്പോൾ ഒരു സെറ്റ് ഓഫ് ഡാറ്റയിൽ ഹയസ്റ്റ് വാല്യൂ ഏത് നോക്കാം, അത് എച്ച് എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത് ചേർക്കുക. ലോവസ്റ്റ് വാല്യൂവിനെ എൽ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ റേഞ്ച് ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആർ ഈക്വൽ ടു എച്ച് മൈനസ് എൽ, അതായത് ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ, അതാണ് റേഞ്ച്. അടുത്തത് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്വാർട്ടൈലും തേർഡ് ക്വാർട്ടൈലൊക്കെ നമ്മൾ കാണണം. ഫസ്റ്റ് ക്വാർട്ടൈലിനെ Q1 എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. തേർഡ് ക്വാർട്ടൈൽസിനെ Q3 എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് കാണുന്നത് എങ്ങനെ നോക്കാം. ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് പറഞ്ഞാൽ Q3 Q1 കുറച്ചാൽ ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് കിട്ടും. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായിരിക്കും? ക്വാർട്ടൈൽ ഡീവിയേഷൻ കിട്ടും. സോ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈക്വൽ ടു Q3 മൈനസ് Q1/2. Q3 എന്ന് പറഞ്ഞാൽ എന്താണ്? തേർഡ് ക്വാർട്ടൈൽ. Q1 എന്ന് പറഞ്ഞാലോ ഫസ്റ്റ് ക്വാർട്ടൈൽ. ഫസ്റ്റ് ക്വാർട്ടൈലും തേർഡ് ക്വാർട്ടൈലും കാണുന്നത് നമ്മൾ നേരത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ആ ഫസ്റ്റ് ക്വാർട്ടൈൽ എങ്ങനെ കാണുന്നത്, തേർഡ് ക്വാർട്ടൈലൊക്കെ എങ്ങനെ കാണുന്നത് എന്നതിലത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ ക്വാർട്ടൈൽ കാണുമ്പോൾ മീഡിയം കാണുന്ന പോലെ തന്നെ 3n/4 കാണേണ്ടി വരും. അതേപോലെ തന്നെ n/4 കാണണം. അതേപോലെ മീഡിയൻ ആണെങ്കിൽ n/2 കാണണം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ വാസ് കളക്റ്റഡ് ഫ്രം 11 സ്കൂൾ ചിൽഡ്രൻ ഓൺ ദ നമ്പർ ഓഫ് ഹവേഴ്സ് ദേ സ്പെൻഡ് വാച്ചിങ് ടെലിവിഷൻ in 1 week. The data is given below. 3, 8.5, 12, 9, 16.5, 9, 14, 20, 18, 19, 20. Find quartile deviation. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇതിനെ നമ്മൾ മീഡിയം കാണാൻ എന്താ ചെയ്തത്? ഇതിനെ ഇൻക്രീസിങ് ഓർഡറിലോ ഡിക്രീസിങ് ഓർഡറിലോ എഴുതണം.
അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതണം. അപ്പോൾ നമുക്ക് അസെൻഡിങ് ഓർഡറിൽ എഴുതി നോക്കിയാൽ എങ്ങനെയായിരിക്കും 3, 8.5, 9, 9, 12, 14, 16.5, 18, 19, 20, 20 എന്ന് കിട്ടും. 2 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്, 2 പ്രാവശ്യം എഴുതണം. അപ്പോൾ Q1 എന്ന് പറയുന്നത് എന്തായിരിക്കും? വാല്യൂ ഓഫ് n+1/4 ഐറ്റം. n എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷനെയാണ് n എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ n എന്ന് പറഞ്ഞാൽ 11 ഒബ്സർവേഷനാണ് ഉള്ളത്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ വാസ് കളക്ടഡ് ഫ്രം 11 സ്കൂൾ ചിൽഡ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ വാല്യൂസ് ഉള്ളത് ഇവിടെ 11 അപ്പോൾ എന്നിൻ്റെ വില 11. അപ്പോൾ 11 + 1/4, 11 + 1 പറഞ്ഞാൽ 12, 12/4 പറഞ്ഞാൽ എത്ര? 3. അപ്പോൾ തേർഡ് ഐറ്റത്തിൻ്റെ വിലയാണ് വാല്യൂ ഓഫ് തേർഡ് ഐറ്റം. Q1 എന്ന് പറയുന്നത് വാല്യൂ ഓഫ് തേർഡ് ഐറ്റം. അപ്പോൾ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതിയിട്ടാകുമ്പോൾ അതിൽ മൂന്നാമത്തെ ഐറ്റം ഏത് വരുന്നത് നോക്കാം. മൂന്നാമത്തെ ഐറ്റം വരുന്നത് 9. അപ്പോൾ Q1 എന്ന് പറയുന്നത് എന്താണ്? 9. അപ്പോൾ Q1 കണ്ടുപിടിക്കുന്നത് എങ്ങനെ? വാല്യൂ ഓഫ് n+1/4 ഐറ്റം. അതേപോലെ Q3 കാണുന്നത് എങ്ങനെ? Q3 കാണുന്നത് വാല്യൂ ഓഫ് 3 × n+1/4 ഐറ്റം. അതായത് n+1/4 ഐറ്റമാണ് Q1. ഈ n+1/4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതിൻ്റെ വില എന്ന് വെച്ചാൽ വാല്യൂ ഓഫ് 3 × n+1/4 ഐറ്റം. അപ്പോൾ 3 × n+1/4 ഐറ്റം എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് 3 × തേർഡ് ഐറ്റമാണ് നേരത്തെ കിട്ടിയത് n+1/4 എന്ന് പറഞ്ഞാൽ. അപ്പോൾ 3 × 3 9. വാല്യൂ ഓഫ് 9th ഐറ്റം, 9ാമത്തെ ഐറ്റം ഏത് നോക്കാം. അതാണ് എന്താണ്? Q3. അതെന്ത് കിട്ടും? 9ാമത്തെ ഐറ്റം എണ്ണി നോക്കിയാൽ 19 കിട്ടും. ഇവിടെ 19 എന്താണ്? Q3. അപ്പോൾ ക്വാർട്ടൽ ഡീവിയേഷൻ നമുക്ക് കാണാൻ എളുപ്പമായി. ക്വാർട്ടൽ ഡീവിയേഷൻ = 19 - 9/2, ദാറ്റ് ഈസ് 5. ഇനി ക്വാർട്ടൽ ഡീവിയേഷൻ ഫോർ എ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന് എങ്ങനെയാണ് ക്വാർട്ടൽ ഡീവിയേഷൻ കാണുന്നത് നോക്കാം. ഇവിടെ നമുക്ക് ഫ്രീക്വൻസി കൂടി തന്നിട്ടുണ്ടാവും. അപ്പോൾ കാൽക്കുലേറ്റ് ക്വാർട്ടൽ ഡീവിയേഷൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. ഇവിടെ സ്കോർ തന്നിട്ടുണ്ട് 5, 10, 15, 20, 25, 30. നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ദാറ്റ് ഈസ് ഫ്രീക്വൻസി 4, 7, 15, 8, 7, 2. ഇനി നമുക്ക് ഇവിടെ ഫസ്റ്റ് ക്വാർട്ടയിലും തേർഡ് ക്വാർട്ടയിലും കാണണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇതിൻ്റെ കുമുലേറ്റീവ് ഫ്രീക്വൻസി, ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി കാണും. ഫ്രീക്വൻസി തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ടാണ് എന്താണ് n/4ഉം 3n/4ഉം n+1/4ൻ്റെ വില ഏതെന്ന് നോക്കണം. അതേപോലെ 3 × n+1/4 വില ഏതെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. n എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റം എന്ന് വെച്ചാൽ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് ഇവിടെ എത്രയാണ്? അത് 43. അപ്പോൾ Q1 എന്ന് പറയുന്നത് എന്തായിരിക്കും? വാല്യൂ ഓഫ് n+1/4 ഐറ്റം. n+1 എന്ന് പറഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ 43. സോ 43 + 1/4, ദാറ്റ് ഈസ് 44/4. 44/4 പറഞ്ഞാൽ എത്രയാണ്? 11. അപ്പോൾ വാല്യൂ ഓഫ് 11th ഐറ്റം, വാല്യൂ ഓഫ് 11th ഐറ്റം. 11 എന്ന് പറയുന്നത് ഏതിൽ പെടുന്നു നോക്കാം. 11 കുമുലേറ്റീവ് ഫ്രീക്വൻസി 11. വാല്യൂ ഓഫ് 11th ഐറ്റം എത്രയാണ്? കുമുലേറ്റീവ് ഫ്രീക്വൻസി 11 വരുന്നതിൻ്റെ എക്സ് വില. കുമുലേറ്റീവ് ഫ്രീക്വൻസി 11 വരുന്നത് രണ്ടാമത്തെ എക്സിൻ്റെ രണ്ടാമത്തെ വിലയ്ക്കാണ് കുമുലേറ്റീവ് ഫ്രീക്വൻസി 11 വരുന്നത്. അപ്പോൾ എന്തായിരിക്കും? Q1 എന്ന് പറയുന്നത് 10 ആണ്. Q1 എന്ന് പറയുന്നത് 10. അടുത്തത് നോക്കിക്കോളൂ. Q3 = വാല്യൂ ഓഫ് 3 × n+1/4. അപ്പോൾ 3 × നേരത്തെ എന്താണ്? 10. 3 × 44 + 1/4. 10 അല്ല, 11th അല്ലേ? 3 × 11. പിന്നെ 43 + 1/4 പറഞ്ഞാൽ 11 ആണ്. അപ്പോൾ Q3 എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് 3 × n+1/4 എന്ന് വെച്ചാൽ 3 × 11, ദാറ്റ് ഈസ് 33. അപ്പോൾ വാല്യൂ ഓഫ് 33rd ഐറ്റം, വാല്യൂ ഓഫ് 33rd ഐറ്റം എന്ന് പറഞ്ഞാൽ 33th ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33 കുമുലേറ്റീവ് ഫ്രീക്വൻസി വരുന്നത് എവിടെ നിന്നാണ്? 33 കുമുലേറ്റീവ് ഫ്രീക്വൻസി വരുന്നത് എവിടെയായിരിക്കും? വാല്യൂ ഓഫ് 33 കുമുലേറ്റീവ് ഫ്രീക്വൻസി വരുന്നത് അത് 34 എന്ന് പറയുന്ന കുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ് 33 വരുന്നത്. അപ്പോൾ അത് എത്രാമത്തതാണ്? അതിൻ്റെ എക്സ് വാല്യൂ എത്രയാണ്? 20 കിട്ടും. സോ Q3 = 20. വാല്യൂ ഓഫ് 33rd 33ാമത്തെ ഐറ്റം 33 കുമുലേറ്റീവ് ഫ്രീക്വൻസി വരുന്നത് എവിടെ നോക്കണം. നേരത്തെ ഫ്രീക്വൻസി തരാതിരിക്കുമ്പോഴാണ് നമ്മൾ
വാല്യൂ ഓഫ് 9th ഐറ്റം അല്ലെങ്കിൽ വാല്യൂ ഓഫ് 12th ഐറ്റം എന്ന് പറഞ്ഞത് അത് ഇൻക്രീസിങ് ഓർഡറിലോ ഡിക്രീസിങ് ഓർഡറിലോ എഴുതാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, കുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ് Q1 എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് n+1/4 ഐറ്റം കുമുലേറ്റീവ് ഫ്രീക്വൻസി എവിടെ കിടക്കുന്നത് അതിൻ്റെ എക്സ് വില. അതേപോലെ Q3 എന്ന് പറഞ്ഞാൽ 3 × n+1/4 കുമുലേറ്റീവ് ഫ്രീക്വൻസി എവിടെയാണുള്ളത് അതിൻ്റെ എക്സ് വില, അതാണ് Q3. അപ്പോൾ Q1 കിട്ടിയത് 10ഉം Q3 കിട്ടിയത് എത്രയാണ് 20ഉം കിട്ടി. അപ്പോൾ ക്വാർട്ടൽ ഡീവിയേഷൻ കാണാൻ എളുപ്പമായി. വാട്ട് ഈസ് ക്വാർട്ടൽ ഡീവിയേഷൻ? ക്വാർട്ടൽ ഡീവിയേഷൻ ഈക്വൽ ടു Q3 - Q1/2, ദാറ്റ് ഈസ് 20 - 10/2, ദാറ്റ് ഈസ് 5. അത് എന്താണ് ക്വാർട്ടൽ ഡീവിയേഷൻ ഫോർ ഡിസ്ക്രീറ്റ്. ഇനി ക്വാർട്ടൽ ഡീവിയേഷൻ ഫോർ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസും തന്നിട്ടുണ്ടാവും, ഫ്രീക്വൻസിയും തന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള കേസിൽ ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. എ സർവേ ഓഫ് ഡൊമസ്റ്റിക് കൺസംഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ എ കോളനി ഗേവ് ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് യൂണിറ്റ്സ് കൺസ്യൂംഡ്. യൂണിറ്റ്സ് ഇവിടെ ക്ലാസ് തന്നിട്ടുണ്ട്. ബിലോ 100, 100, 200, 200, 300, അങ്ങനെ എബോവ് 700 വരെ. നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് എന്ന് വെച്ചാൽ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. 20, 21, 30, 46 അങ്ങനെ തന്നിട്ടുണ്ട്. ഫൈൻഡ് ക്വാർട്ടൽ ഡീവിയേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കണം. ആദ്യം എന്താ ചെയ്യേണ്ടത്? പ്രിപ്പയർ എ ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ. അപ്പോൾ ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കണം ആദ്യം. ഇവിടെ ആദ്യം ക്ലാസ് ചെയ്ത നമ്പർ ഓഫ് യൂണിറ്റ്സ് ചെയ്ത, അടുത്തത് നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് എന്ന് വെച്ചാൽ ഫ്രീക്വൻസി ചെയ്ത, പിന്നെ ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി കാണും. ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെ എഴുതുന്നത്? മേലെ നിന്ന് ആഡ് ചെയ്തുകൊണ്ട് പോകണം, ഫ്രീക്വൻസി ആഡ് ചെയ്യുന്നത്. അപ്പോൾ ബിലോ 100, 100, 200 അത് ക്ലാസ് തന്നെ എഴുതാം. ആക്ച്വലി ബിലോ കുമുലേറ്റീവ് ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിളിന് അപ്പർ ലിമിറ്റ് മാത്രം മതി ഇവിടെ. പക്ഷേ നമുക്ക് ഇവിടെ ക്ലാസ് ഇതിൻ്റെ എക്സ് ഇവിടെ മീഡിയം കാണുന്ന പോലെ നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ചാണ് കാണുന്നത്. ഇപ്പോൾ നോക്കിക്കോളൂ, ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ നമ്മളിവിടെ ഉണ്ടാക്കി. അപ്പോൾ ടോട്ടൽ n പറയുന്നത് 188 ആണ്. ക്യാപിറ്റൽ N പറയുന്നത് 188. കുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ലാസ്റ്റ് വരുന്നത് 188 ആവണം, എങ്കിൽ മാത്രമേ നമ്മൾ എഴുതിയ കുമുലേറ്റീവ് ഫ്രീക്വൻസി ശരി എന്ന് പറയാൻ പറ്റൂ. ഇവിടെ Q1 ഇക്വേഷൻ നോക്കിക്കോളൂ. Q1 ഇക്വേഷൻ എന്ന് പറയുന്നത് Q1 = L1 + n/4 - m1/f1 × C1. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, Q1 ക്ലാസ് ഫസ്റ്റ് ക്വാർട്ടൈൽ ക്ലാസ് ഏതെന്ന് നോക്കണം. അതിൻ്റെ ലോവർ ലിമിറ്റാണ് L1, അതിൻ്റെ ഫ്രീക്വൻസിയാണ് F1. M1 എന്ന് പറയുന്നത് കുമുലേറ്റീവ് ഫ്രീക്വൻസി ജസ്റ്റ് എബോവ് ദ Q1 ക്ലാസ്. C1 എന്ന് പറഞ്ഞാൽ ക്ലാസ് വിഡ്ത്ത് ഓഫ് Q1 ക്ലാസ്. അപ്പോൾ Q1 ക്ലാസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? n/4 കുമുലേറ്റീവ് ഫ്രീക്വൻസി എവിടെ വരുന്നു നോക്കണം. n/4 പറഞ്ഞാൽ ഇതിവിടെ n എന്ന് പറഞ്ഞാൽ എത്ര? ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 188. അപ്പോൾ n/4 പറഞ്ഞാൽ 47 വാല്യൂ എവിടെ കിടക്കുന്നത് നോക്കണം. ഏത് ക്ലാസ്സിലാണ് കിടക്കുന്നത്? 47ൻ്റെ കുമുലേറ്റീവ് ഫ്രീക്വൻസി 47 എന്ന കുമുലേറ്റീവ് ഫ്രീക്വൻസി കിടക്കുന്നത് 71ലാണ്. അപ്പോൾ അതിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് 200, 300 ആണ്. അപ്പോൾ 200, 300 എന്ന ഈ ക്ലാസ്സാണ് Q1 ക്ലാസ്. അതിൻ്റെ ഫ്രീക്വൻസി അതായത് F1 30. അതേപോലെ M1 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എബോവ് ഉള്ള കുമുലേറ്റീവ് ഫ്രീക്വൻസി. Q1 ക്ലാസ്സിൻ്റെ ജസ്റ്റ് എബോവ് ഉള്ള കുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 41, അതാണ് M1. C1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്ത്, ക്ലാസ്സിൻ്റെ ലെങ്ത്ത് 200, 300 ലെങ്ത്ത് 100. അപ്പോൾ അതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്, നോക്കിക്കോളൂ. Q1 ക്ലാസ് 200, 300 എന്ന് എഴുതി. അതേപോലെ പിന്നെ ലോവർ ലിമിറ്റ് 200. പിന്നെ F1 എന്ന് പറഞ്ഞാൽ ഇവിടെ n/4 പറഞ്ഞാൽ എത്ര? n/4 പറഞ്ഞാൽ 188/4 പറഞ്ഞാൽ എത്ര കിട്ടുന്നത്? 47 മൈനസ് n/4 മൈനസ് M1 എന്ന് പറഞ്ഞാൽ കുമുലേറ്റീവ് ഫ്രീക്വൻസി ജസ്റ്റ് പ്രീസീഡിങ് ദ Q1 ക്ലാസ്, ദാറ്റ് ഈസ് 41 ബൈ F1 എന്ന് പറഞ്ഞാൽ കുമുലേറ്റീവ് Q1 ക്ലാസിൻ്റെ ഫ്രീക്വൻസി. Q1 ക്ലാസിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 200, 300 എന്ന അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? ഏതാണ് Q1 ക്ലാസ്? 200, 300. അതിൻ്റെ ഫ്രീക്വൻസി എത്ര നോക്കണം. 200, 300 ഫ്രീക്വൻസി എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ അതാണ് ഇവിടെ F1 30 ഇൻറ്റു C1 പറഞ്ഞാൽ 100. അപ്പോൾ സിംപ്ലിഫിക്കേഷനിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് സിംപ്ലിഫിക്കേഷനിൽ കിട്ടുന്ന 47 കിട്ടും. 47 അല്ല, സിംപ്ലിഫിക്കേഷനിൽ കിട്ടുന്നത് 200 + 47 - 41/30 × 100. 30 എന്നുള്ളത് F1, അതായത് Q1 ക്ലാസിൻ്റെ ഫ്രീക്വൻസിയാണ്. 47 എന്ന് പറഞ്ഞാൽ n/4 ആണ്.
ഈ 41 എന്ന് പറഞ്ഞാൽ M1 എന്ന് വെച്ചാൽ M1 എന്ന് പറഞ്ഞാൽ കുമുലേറ്റീവ് ഫ്രീക്വൻസി പ്രീസീഡിങ് ദ Q1 ക്ലാസ്. 200 എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് Q1 ക്ലാസ് ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ C1 പകരം എന്ന് വെച്ചാൽ ക്ലാസ് വിഡ്ത്ത്. അപ്പോൾ അത് ഓൺ സിംപ്ലിഫിക്കേഷൻ വി വിൽ ഗെറ്റ് 200 + 20 = 220. അതേപോലെ Q3 ക്ലാസ് കാണുന്നത് എങ്ങനെ? 3 × n/4 കുമുലേറ്റീവ് ഫ്രീക്വൻസി എവിടെ നോക്കണം. 3 × n/4 പറഞ്ഞാൽ 3 ഇൻറ്റു എത്ര നേരത്തെ കിട്ടിയത് n/4 എത്ര കിട്ടിയത്? n/4 കിട്ടിയത് 47. അപ്പോൾ 3 × 47 അപ്പോൾ 141 കിട്ടും. 141 കുമുലേറ്റീവ് ഫ്രീക്വൻസി ഏത് ക്ലാസ്സുള്ളത് നോക്കണം. 141 എന്ന് പറയുന്നത് 162 പെടും. എന്ന് വെച്ചാൽ 500 600 എന്ന ക്ലാസ്സിൽ അതിവിടെ പറയുന്നുണ്ട്, നോക്കിക്കോളൂ. ദ വാല്യൂ 141 ലൈസ് ഇൻ 500 600 എന്ന ക്ലാസ്. സോ Q3 = 500 + 141 ദാറ്റ് ഈസ് 3 × n/4 ദാറ്റ് ഈസ് 141 മൈനസ് M3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുമുലേറ്റീവ് ഫ്രീക്വൻസി പ്രീസീഡിങ് ദ Q3 ക്ലാസ്. Q3 ക്ലാസ്സിൻ്റെ മേലെയുള്ള കുമുലേറ്റീവ് ഫ്രീക്വൻസി അത് 137 ആയിരിക്കും. അത് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. 500 600ൻ്റെ തൊട്ട് മേലെയുള്ളത് പിന്നെ M3 ആണ്. അത് എത്രയാണ്? 137. അപ്പോൾ അത് 137 കിട്ടി ബൈ F3 എന്ന് പറഞ്ഞാൽ Q3 ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി ബൈ 25 × C3 അത് ഇതിൻ്റെ ക്ലാസ് വിഡ്ത്ത്, അതായത് Q3 ക്ലാസ്സിൻ്റെ ക്ലാസ് വിഡ്ത്ത്. അപ്പോൾ ഓൺ സിംപ്ലിഫിക്കേഷൻ വി വിൽ ഗെറ്റ് 500 + 16 = 516 516 എന്ന് ലഭിക്കും. അതാണ് Q3. അപ്പോൾ ക്വാർട്ടൽ ഡീവിയേഷൻ എന്തായിരിക്കും? ക്വാർട്ടൽ ഡീവിയേഷൻ = 516 - 220/2 ദാറ്റ് ഈസ് 148. ഇനി ക്വാർട്ടൽ ഡീവിയേഷൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്താണെന്ന് നോക്കാം. മെറിറ്റ്സ് എന്ന് പറയുന്നത്, ക്വാർട്ടൽ ഡീവിയേഷൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തത് ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫോർ ഓപ്പൺ എൻഡ് ക്ലാസ്സസ്. ഓപ്പൺ എൻഡ് ക്ലാസ്സസ് ആണെങ്കിലും നമുക്ക് ക്വാർട്ടൽ ഡീവിയേഷൻ കാണാൻ പറ്റും. ഇറ്റ് ഈസ് നോട്ട് അൺഡ്യൂലി എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. ഇത് എക്സ്ട്രീം വാല്യൂസിനെ എഫക്റ്റ് ചെയ്യില്ല, വലിയ എഫക്റ്റ് ഒന്നും ചെയ്യില്ല. ഇനി ഡിമെറിറ്റ്സ് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻ. എല്ലാ ഒബ്സർവേഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല നമ്മുടെ ക്വാർട്ടൽ ഡിവിഷൻ കാണുന്നത്. അതേപോലെ ഇറ്റ് ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് ഫർദർ ആൽജിബ്രിക് ട്രീറ്റ്മെൻറ്റ്. അതായത് ഫർദർ ആൽജിബ്രിക് ട്രീറ്റ്മെൻറ്റ് ഇത് ക്യാപ്പബിൾ അല്ല. എന്ന് വെച്ചാൽ ഇതിൽ ഉപയോഗിച്ചിട്ട് ഫർദർ നമുക്ക് ആൽജിബ്രിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ആഡ് ചെയ്താൽ വിലക്ക് വ്യത്യാസം വരും. ഓരോ ഒബ്സർവേഷനെ ആഡ് ചെയ്താലോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്താലോ അതിൻ്റെ എന്താണ് ക്വാർട്ടൽ ഡീവിയേഷനിൽ വ്യത്യാസം വരും എന്നാണ് പറയുന്നത്. അടുത്തത് മീൻ ഡീവിയേഷൻ. മീൻ ഡീവിയേഷൻ എന്താണെന്ന് നോക്കാം. മീൻ ഡീവിയേഷൻ ഈസ് ദ അരിത്മെറ്റിക് മീൻ ഓഫ് അബ്സല്യൂട്ട് ഡീവിയേഷൻ ഓഫ് ദ ഒബ്സർവേഷൻ ഫ്രം ആൻ അസ്യൂംഡ് ആവറേജ്. അപ്പോൾ മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് അരിത്മെറ്റിക് മീനാണ്. എന്താണ്? അരിത്മെറ്റിക് മീൻ ഓഫ് അബ്സല്യൂട്ട് ഡീവിയേഷൻ. അതായത് ആബ്സല്യൂട്ട് ഡീവിയേഷൻ, ഏതെങ്കിലും ഒരു ആവറേജിൽ നിന്നുള്ള ഡീവിയേഷൻ, വ്യതിയാനം, ഏതെങ്കിലും ഒരു ആവറേജിൽ നിന്നുള്ള വ്യതിയാനം കണ്ടിട്ട് അതിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ കണ്ടിട്ട് കാണണം. അതിൻ്റെ അരിത്മെറ്റിക് മീനാണ് അത്. അപ്പോൾ മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആവറേജിൽ നിന്നുള്ള വ്യതിയാനം കണ്ടുപിടിച്ച ശേഷം അതിൻ്റെ അബ്സല്യൂട്ട് ഡീവിയേഷൻ കാണണം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഇക്വേഷൻ നോക്കിക്കോളൂ. മീൻ ഡീവിയേഷൻ ഫോർ എ റോ ഡാറ്റ, അതായത് മീൻ ഡീവിയേഷൻ = σx-a/n വേർ എ ഈസ് എനി ആവറേജ്. എ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആവറേജ് ആയിരിക്കും. മീൻ ആയിക്കോട്ടെ, മീഡിയൻ, മോഡ്, ഏതെങ്കിലും ആയിക്കോട്ടെ. എങ്കിലും മീൻ ഡിവിഷൻ കാണുന്നത് എങ്ങനെയാണ്? മോഡ്ലസ് ഓഫ് x-a/n. മോഡ്ലസ് പറഞ്ഞാൽ കേവല വില എന്ന് വെച്ചാൽ ആബ്സല്യൂട്ട് വാല്യൂ ആണ്. ഇത് ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവും. ഈ 11 students were selected and is asked how many hours of each of them studied the day before the final examination in statistics. Their answers were recorded here: 8, 11, 5, 4, 5, 0, 2, 6, 9, 3, 2. Calculate mean deviation about mean. അപ്പോൾ നമുക്ക് അറിയേണ്ടത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആവറേജ് ആദ്യം കാണണം. അപ്പോൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്നുള്ളത് ആവറേജിൻ്റെ ബേസിൽ നമുക്ക് കാണാം, എക്സ് ബാറിൻ്റെ ബേസിൽ. ദാറ്റ് ഈസ് മോഡ്ലസ് ഓഫ് x-mean/n. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ ഡ്യൂറേഷൻ തന്നിട്ടുണ്ട്, അത് എഴുതുക. അതിൻ്റെ ആവറേജ് കാണണം. ഇപ്പോൾ എക്സിൻ്റെ വില എഴുതുക, 8, 11 അങ്ങനെ എല്ലാം എഴുതുക. σx കിട്ടുന്നത് എത്ര? 55. അപ്പോൾ എക്സ് ബാർ എന്ന് പറയുന്നത് ആകെ എത്ര ഒബ്സർവേഷൻ ഉള്ളത്? 11 ഒബ്സർവേഷൻ അല്ല. അപ്പോൾ എക്സ് ബാർ എന്ന് പറയുന്നത് σx/n എന്ന് വെച്ചാൽ 11 എന്ന് വെച്ചാൽ എന്താണ്? 55/11 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. അപ്പോൾ എക്സ് ബാർ 5 ആയതുകൊണ്ട് ഇനി അടുത്ത കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? x - മീൻ എന്ന് വെച്ചാൽ x -
5 മീൻ എത്ര കിട്ടിയത് 5 അല്ലേ എക്സ് ബാർ എക്സ് മൈനസ് എക്സ് ബാർ കാണണം എക്സ് മൈനസ് എക്സ് ബാർ അല്ലെങ്കിൽ എക്സ് മൈനസ് മീൻ കാണണം എന്നിട്ട് അതിൻ്റെ മോഡ്ലസ് അപ്പോൾ നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കണം മോഡ്ലസ് പറഞ്ഞാൽ എന്തെന്ന് കേവല വില പറഞ്ഞാൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് എടുത്തോളണം അപ്പോൾ ആദ്യത്തത് 8 മൈനസ് 5ൻ്റെ മോഡ്ലസ് അപ്പോൾ 3 11 മൈനസ് 5 അത് 6 5 മൈനസ് 5 0 4 മൈനസ് 5 എന്ന് പറഞ്ഞാൽ -1 അതിൻ്റെ മോഡ്ലസ് എന്തായിരിക്കും -1 +1 എന്ന് വെച്ചാൽ മൈനസ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് ആയിക്കൊള്ളണം പോസിറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് തന്നെയാണ് അപ്പോൾ അങ്ങനെ മോഡ്ലസ് എല്ലാം എടുത്തിട്ട് അതിൻ്റെ സഗ്മേഷൻ സിഗ്മ മോഡ്ലസ് ഓഫ് എക്സ് മൈനസ് മീൻ എത്ര കിട്ടും നോക്കുക അതെല്ലാം ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 28 ആണ് അപ്പോൾ മീനും കിട്ടി അതായത് അതിൻ്റെ സിഗ്മ മോഡ്ലസ് ഓഫ് എക്സ് മൈനസ് മീനും കിട്ടി അത് 28 കിട്ടി അപ്പോൾ മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാം നമുക്ക് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ എന്തായിരിക്കും മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ അല്ലെങ്കിൽ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ മോഡ്ലസ് ഓഫ് എക്സ് മൈനസ് മീൻ ബൈ എൻ അപ്പോൾ എന്തായിരിക്കും ഇവിടെ 28 ആണ് സിഗ്മ മോഡ്ലസ് ഓഫ് എക്സ് മൈനസ് മീൻ 28/11 ദാറ്റ് ഈസ് ഈക്വൽ ടു 2.54 ആണ് മീൻ ഡീവിയേഷൻ ഇനി ഫ്രീക്വൻസി ആണെങ്കിലോ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം മീൻ ഡീവിയേഷൻ ഫോർ എ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി കൂടി തന്നിട്ടുണ്ടാവും അപ്പോൾ എന്ത് ചെയ്യണം നേരത്തെ നമ്മൾ എക്സ് മൈനസ് എ കണ്ടില്ലേ മോഡ്ലസ് ഓഫ് എക്സ് മൈനസ് എ കണ്ടില്ലേ അതിനെ എഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നിട്ട് അതിൻ്റെ സമ്മേഷൻ കാണണം ഇവിടെ എൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസിയാണ് അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും മീൻ ഡീവിയേഷൻ ഈക്വൽ ടു സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് എ സിഗ്മ എഫ് ഇൻറ്റു മോഡ്ലസ് ഓഫ് എക്സ് മൈനസ് എ ബൈ ക്യാപിറ്റൽ എൻ വേർ ക്യാപിറ്റൽ എൻ എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസി എ എന്ന് പറയുന്നത് എനി ആവറേജ് ഇതും അങ്ങനെ തന്നെയാണ് ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലാവും ദ ഫോളോയിങ് ടേബിൾ ഷോസ് ദ നമ്പർ ഓഫ് ബുക്സ് റീഡ് ബൈ സ്റ്റുഡൻസ് ഇൻ എ ലിറ്ററേച്ചർ ക്ലാസ് കൺസിസ്റ്റിംഗ് ഓഫ് 28 സ്റ്റുഡൻസ് ഇൻ എ മന്ത് അപ്പോൾ ഇവിടെ ബുക്സ് തന്നിട്ടുണ്ട് നമ്പർ ഓഫ് ബുക്സ് 0 1 2 3 4 സ്റ്റുഡൻസ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് പറഞ്ഞാൽ ഫ്രീക്വൻസി അതും തന്നിട്ടുണ്ട് 2 6 12 5 3 നമുക്കിനി എന്ത് ചെയ്യാം അതിന് വേണ്ട മീൻ ഡീവിയേഷൻ കാണാം മീൻ ഡീവിയേഷൻ എബൌട്ട് മോഡ് കാണണം കാൽക്കുലേറ്റ് മീൻ ഡീവിയേഷൻ എബൌട്ട് മോഡ് ഓഫ് നമ്പർ ഓഫ് ബുക്സ് റീഡ് അപ്പോൾ നമുക്ക് മീൻ ഡീവിയേഷൻ എബൌട്ട് മോഡ് കാണാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ മോഡ് എത്ര നോക്കണം മോഡ് എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കുന്ന വിലയാണ് എക്സ് വിലയാണ് ഇവിടെ 12 പ്രാവശ്യം നമ്പർ ഓഫ് സ്റ്റുഡൻസ് 12 എന്ന് എഴുതിയിട്ടുണ്ട് ആ 12ന് ആവർത്തിക്കുന്നത് എത്രയാണ് 2 അപ്പോൾ മോഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കുന്നത് 2 ആണ് അത് 12 പ്രാവശ്യം ആവർത്തിക്കുന്നത് അപ്പോൾ മോഡ് എന്ന് പറയുന്നത് 2 ആണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ എന്തെന്ന് നോക്കാം മീൻ ഡീവിയേഷൻ എബൌട്ട് മോഡ് ഈക്വൽ ടു സിഗ്മ മോഡ്ലസ് ഓഫ് എക്സ് മൈനസ് മോഡ് ബൈ ക്യാപിറ്റൽ എൻ നേരത്തെ മീനാണുള്ളത് ഇവിടെ മീനിന് പകരം മോഡ് ആണ് അപ്പോൾ നമ്മൾ മോഡ് എന്തെന്ന് ഞാനിപ്പോൾ പറഞ്ഞു മോഡ് ഈക്വൽ ടു 2 അതായത് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് 2 എന്നതിനാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കുന്നത് 2 ആണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ടേബിൾ ഉണ്ടാക്കണം ആദ്യം നമ്പർ ഓഫ് ബുക്സ് എക്സിൻ്റെ വില അതായത് 0 1 2 3 4 അടുത്ത മോഡ്ലസ് ഓഫ് എക്സ് മൈനസ് മോഡ് പറഞ്ഞാൽ മോഡ് 2 ആണ് അപ്പോൾ എക്സ് മൈനസ് 2 അപ്പോൾ എന്താവും 0 മൈനസ് 2ൻ്റെ മോഡ്ലസ് 2 1 മൈനസ് 2ൻ്റെ മോഡ്ലസ് 1 അങ്ങനെ ഓരോന്നും കാണാം ഇനി അത് ഓരോന്നിനും എഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നേരത്തെ ഫ്രീക്വൻസി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ ആഡ് ചെയ്യുന്നതാണ് സിഗ്മ മോഡ്ലസ് ഓഫ് എക്സ് മൈനസ് മീൻ കണ്ടുപിടിച്ചതാണ് പക്ഷേ ഇവിടെ ഫ്രീക്വൻസി ഇല്ലതുകൊണ്ട് ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ദാറ്റ് ഈസ് എഫ് ഇൻറ്റു എഫ് എഴുതുക ആദ്യം എഫ് എത്രയാണ് 2 6 12 5 3 അത് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഫ്രീക്വൻസിയുടെ ഫ്രീക്വൻസി 2 6 12 5 3 ഇനി ആ ഫ്രീക്വൻസീനെ നമുക്ക് നേരത്തെ കിട്ടിയ മോഡ്ലസ് ഓഫ് എക്സ് മൈനസ് മോഡ് കിട്ടിയിട്ടില്ലേ അതിന് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ 2 × 2 4 6 × 1 6 12 × 0 0 5 × 1 5 3 × 2 6 ഇനി അതിൻ്റെ സമ്മേഷൻ കാണാം സിഗ്മ മോഡ് എഫ് ഇൻറ്റു മോഡ്ലസ് ഓഫ് എക്സ് മൈനസ് മോഡ് അത് എത്രയാണ് 21 കിട്ടും അപ്പോൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡ് എന്തായിരിക്കും 21 ബൈ ക്യാപിറ്റൽ എൻ എത്ര 28 21/28 അത് എത്ര കിട്ടും അത് 0.75 കിട്ടും ഇനി മീൻ ഡീവിയേഷൻ ഫോർ എ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ മീൻ ഡീവിയേഷൻ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ മീൻ ഡീവിയേഷൻ അങ്ങനെ കാണുന്നതെന്ന് അപ്പോൾ കണ്ടിന്യൂസ് ഫ്രീക്വൻസി കാണുമ്പോൾ അതിൽ എന്തായിരിക്കും അതിൽ ക്ലാസ്സുകൾ ഉണ്ടാവും ഫ്രീക്വൻസി ഉണ്ടാവും അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ കാണുന്ന പോലെ മീൻ കാണണം ചിലപ്പോൾ മീനിൻ്റെ ബേസിലാണെങ്കിൽ മീൻ കാണാം മീഡിയത്തിൻ്റെ ബേസിലാണെങ്കിൽ മീഡിയം കാണാം മോഡിൻ്റെ ബേസിലാണെങ്കിൽ മോഡ് കാണാം അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമ്മൾ ഏത് ആവറേജിൻ്റെ ബേസിലാണോ നമുക്ക് മീൻ ഡീവിയേഷൻ കാണാൻ പറഞ്ഞതിന് ആ ആവറേജ് ആദ്യം കാണണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ അപ്പോൾ ആ മീൻ കാണുന്നത് നമ്മൾ എന്ത് ചെയ്യണം
മീൻ മീഡിയം മോഡലും കാണുന്നത് നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞാൽ തന്നിരിക്കുന്ന കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാക്കി മാറ്റണം. എന്ന് വെച്ചാൽ ക്ലാസിൻ്റെ മിഡിൽ വാല്യൂവും ഫ്രീക്വൻസിയും എടുക്കണം. ക്ലാസിൻ്റെ മിഡിൽ വാല്യൂവും ഫ്രീക്വൻസിയും കോളത്തിൽ എഴുതണം. എന്നിട്ട് നമ്മൾ ചെയ്യണം. എന്നാലേ മീൻ കാണാൻ നമുക്ക് പറ്റുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. കാൽക്കുലേറ്റ് മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ ഓഫ് ദ ഫോളോയിങ് ഡാറ്റ. ഇവിടെ ഹൈറ്റ് ക്ലാസ് ആയിട്ട് തന്നിട്ടുണ്ട്. 100, 120, 120, 140 അങ്ങനെ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. 4, 6, 10, 8, 5. അപ്പോൾ ഇവിടെ നമ്മൾ മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയനാണ് കാണാൻ പറഞ്ഞ് വിചാരിക്കുക. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് കാൽക്കുലേറ്റ് മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ്റെ ഇക്വേഷൻ എന്താണ്? മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ ഈക്വൽ ടു സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് മീഡിയൻ ബൈ ക്യാപിറ്റൽ എൻ. അപ്പം മീഡിയൻ ആദ്യം കാണണം. മീഡിയൻ കാണുന്നത് എങ്ങനെയാണ്? മീഡിയൻ കാണുന്നത് നമ്മൾ ഒന്നെങ്കിൽ ഇതിൻ്റെ മിഡിൽ വാല്യൂ കണ്ടുപിടിക്കുക. ഇതിനെ ഇൻക്രീസിങ് ഓർഡറിലോ ഡിക്രീസിങ് ഓർഡറിലോ എഴുതാം. ഇവിടെ മീഡിയൻ കാണുന്നത് ആദ്യം മീഡിയൻ്റെ ഇവിടെ ക്ലാസ് ആയിട്ട് തന്നതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെ കാണാം. ഇവിടെ ക്ലാസ് ആയിട്ടാണ് തന്നിട്ടുള്ളത് 100, 120, 120, 140. അതായത് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ മീഡിയൻ കാണണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് കാണാം. മീഡിയൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കിക്കോളൂ. മീഡിയൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മീഡിയൻ ഈക്വൽ ടു L പ്ലസ് n/2 മൈനസ് m/f ഇൻറ്റു സി. അപ്പോൾ L എന്ന് പറയുന്നത് മീഡിയം ക്ലാസ്. മീഡിയം ക്ലാസ് ഏതെന്ന് എങ്ങനെ കാണുന്നത്? മീഡിയം ക്ലാസ് ഇസ് ദ ക്ലാസ് ഇൻ വിച്ച് n/2th കുമുലേറ്റീവ് ഫ്രീക്വൻസി ലൈസ്. ഇവിടെ n/2 എന്ന് പറഞ്ഞാൽ എത്ര നോക്കാം നമുക്ക്. n ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയിൽ ആഡ് ചെയ്ത് 33. അപ്പോൾ ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതണം. 4 അടുത്തത് 10, 4 6 കൂട്ടിയാൽ 10, 10 10 കൂട്ടിയാൽ 20. അപ്പോൾ കുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതി. ഇനി n/2 ക്യാപിറ്റൽ n/2 എന്ന് പറഞ്ഞാൽ 33/2. 33/2 പറഞ്ഞാൽ എത്ര? 33/2 പറഞ്ഞാൽ 16.5. ഈ 16.5 കുമുലേറ്റീവ് ഫ്രീക്വൻസി ഏത് ക്ലാസ്സിലാണ് ഉള്ളത് നോക്കണം. 16.5 എന്ന് കിടക്കുന്ന 20 എന്ന കുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ക്ലാസ്സിൽ എന്ന് വെച്ചാൽ 140, 160 ആ ക്ലാസ്സാണ് മീഡിയം ക്ലാസ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് 140, 160 ദാറ്റ് ഈസ് എ മീഡിയം ക്ലാസ്. അപ്പോൾ ആ മീഡിയം ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റാണ് L. അതേപോലെ തന്നെ M എന്ന് പറയുന്നത് ആ മീഡിയം ക്ലാസ്സിൻ്റെ തൊട്ട് മേലെ അല്ലെങ്കിൽ പ്രീസീഡിങ് കുമുലേറ്റീവ് ഫ്രീക്വൻസിനെയാണ് M എന്ന് പറയുന്നത്. അപ്പോൾ മീഡിയം ക്ലാസ്സിൻ്റെ തൊട്ട് മേലെയുള്ളത് എന്താണ്? ഇവിടെ മീഡിയം ക്ലാസ് എന്ന് പറയുന്നത് ഏതെന്ന് പറഞ്ഞത് 140, 160. അതിൻ്റെ തൊട്ട് മേലെയുള്ള അതിൻ്റെ കുമുലേറ്റീവ് ഫ്രീക്വൻസി എത്രയാണ്? കുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ 10 ആണ്. അപ്പോൾ അവിടെ M ഈക്വൽ ടു 10. M ഈക്വൽ ടു 10 അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 140 പ്ലസ് n/2 എന്ന് പറഞ്ഞാൽ 16.5 മൈനസ് എമ്മിൻ്റെ വില 10. ഫ്രീക്വൻസി ഓഫ് ദ മീഡിയം ക്ലാസ്. മീഡിയം ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി ഇവിടെ കണ്ടാൽ മനസ്സിലാവും. എത്രയാണ്? 6 ആണ്. 120, 140 അല്ല 140, 160. 140, 160 എന്ന് പറയുന്ന മീഡിയം ക്ലാസ്. അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? 10 ആണ്. അപ്പോൾ ഇവിടെ ബൈ 10 ഇൻറ്റു സി പറഞ്ഞാൽ ക്ലാസ് വിടുത്ത് പറഞ്ഞാൽ 140, 160 അതിൻ്റെ ക്ലാസ് വിടുത്ത് 20 ആണ്. അപ്പോൾ അതിൻ്റെ വില മീഡിയൻ്റെ വില 153 കിട്ടും. 153 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൂന്നാമത്തെ കോളത്തിൽ ചെയ്യേണ്ടത് മോഡുലസ് ഓഫ് എക്സ് മൈനസ് മീഡിയം കാണും. അതായത് മിഡ് വാല്യൂ നമ്മൾ എഴുതണം, ക്ലാസ് എഴുതണം, മിഡ് വാല്യൂ എഴുതണം, പിന്നെ ഫ്രീക്വൻസി, പിന്നെ കുമുലേറ്റീവ് ഫ്രീക്വൻസി. ഈ കുമുലേറ്റീവ് ഫ്രീക്വൻസി എന്തിനാണ് കാണുന്നത്? അത് മീഡിയം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മിഡ് വാല്യൂ നമുക്ക് കാണണം. ഓരോ ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂ കാണണം. അതായത് 100ഉം 110ഉം അതിൻ്റെ മിഡ് വാല്യൂ കാണുന്ന അങ്ങനെ 100 പ്ലസ് 120/2 ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ബൈ 2 അതായത് 220/2 ദാറ്റ് ഈസ് 110. അതിൻ്റെ മിഡ് വാല്യൂ എല്ലാം എഴുതിയ ശേഷം നമ്മൾ മോഡുലസ് ഓഫ് എക്സ് മൈനസ് മീഡിയൻ. എക്സ് എന്ന് പറഞ്ഞാൽ 110 110 മൈനസ് മീഡിയൻ നേരത്തെ കിട്ടി 153. അപ്പോൾ 110 മൈനസ് 153 എത്ര കിട്ടി? 43. അങ്ങനെ ഓരോന്നും കാണണം. പിന്നെ എന്ത് ചെയ്യേണ്ടത്? അടുത്ത കോളത്തിൽ അതിൻ്റെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, F കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതും അപ്പോൾ നമുക്ക് കിട്ടി സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് മീഡിയൻ എന്ന് പറയുന്നത് 661 കിട്ടി. അതാണ് ഇവിടെ പറയുന്നത്. അതായത് മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ ഈക്വൽ ടു സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് മീഡിയൻ ബൈ ക്യാപിറ്റൽ എൻ. അതായത് 661 ബൈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 33. അപ്പോൾ എത്ര ആൻസർ? 20.03 കിട്ടും. അവസാനം നമുക്ക് ഇതിൽ മീൻ ഡീവിയേഷൻ്റെ
മെറിറ്റ് ഡിമെറിറ്റ് എന്തെന്ന് നോക്കാം. ഇതൊക്കെ നിങ്ങൾ സ്വന്തം ചെയ്യണം. ഞാൻ സ്പീഡിൽ പോയത് എന്താ പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലാവും. ഈ ക്ലാസ് നോക്കിയിട്ട് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക, എന്നിട്ട് സ്വന്തമായിട്ട് ചെയ്യുക ഒരു ക്വസ്റ്റ്യൻ, അപ്പോൾ മനസ്സിലാവും. ടെക്സ്റ്റ് ബുക്കിൽ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ഉണ്ട്, അത് ചെയ്ത് നോക്കണം. ഇനി മീൻ ഡീവിയേഷൻ്റെ മെറിറ്റ്സ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻസ്. ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം എനി വാല്യൂ. ഇറ്റ് ഈസ് നോട്ട് മച്ച് എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂ. അപ്പോൾ എല്ലാ ഒബ്സർവേഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മീൻ ഡീവിയേഷൻ കാണുന്നത്. അതേപോലെ ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം എനി വാല്യൂ. ഏത് വിലയിൽ നിന്ന് വേണമെങ്കിലും മീൻ ഡീവിയേഷൻ കാണാൻ പറ്റും. ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ വ്യതിയാനമാണ്. ഏത് വിലയിൽ നിന്ന് വേണമെങ്കിൽ വ്യതിയാനം കണ്ടുപിടിക്കാൻ പറ്റും. എക്സ്ട്രീം വിലകളെ ഇത് കൂടുതൽ എഫക്റ്റ് ഒന്നും ചെയ്യുന്നില്ല, അത് മെറിറ്റാണ്. ഇനി ഡീമെറിറ്റ്സ് പറഞ്ഞാൽ ഇഗ്നോറിങ് സയൻസ് ഓഫ് ഡീവിയേഷൻ മേ ക്രിയേറ്റ് ആർട്ടിഫിഷ്യാലിറ്റി. ഇവിടെ സയൻസ് അതായത് ചിഹ്നങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നത്. മോഡൽസ് എടുക്കുമ്പോൾ ചിഹ്നങ്ങൾ മൈനസ് ഉണ്ടെങ്കിൽ പ്ലസ് ആണ്. അപ്പോൾ അതെന്ത് ചെയ്യുന്നത്, അത് ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അതേപോലെ കമ്പ്യൂട്ടേഷൻ ഈസ് നോട്ട് മച്ച് ഈസിയർ. അപ്പോൾ ഇത് കമ്പ്യൂട്ടേഷൻ കുറച്ച് ടീഡിയസ് വർക്കാണ്. എന്തുകൊണ്ടാണ്, മീൻ ഡീവിയേഷൻ്റെ അടിസ്ഥാനപ്പെടുത്തി മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയം കാണുമ്പോൾ നമ്മൾ മീഡിയൻ ആദ്യം കാണും, പിന്നെ മോഡൽസ് ഓരോന്നും വ്യതിയാനം കണ്ടിട്ട് അതിൻ്റെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ ക്യാപിറ്റൽ എന്നെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കുറച്ച് വർക്ക് കൂടുതലുള്ളതാണ്. അതായത് കമ്പ്യൂട്ടേഷൻ ഈസ് നോട്ട് മച്ച് ഈഷ്യർ. ആക്ച്വലി ഇത് ഈഷ്യറാണ്, പക്ഷേ ആദ്യം മീഡിയം കാണാൻ പറയുന്നത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്ര മാത്രമേ ഈ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുള്ളൂ. അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം. ഓക്കെ, താങ്ക് യു. നിങ്ങളിതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് വീണ്ടും ഒന്ന് ചെയ്ത് നോക്കണം. ഇതിൻ്റെ നോട്ട്സ് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ നോട്ട്സ് നോക്കിയിട്ട് നിങ്ങൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം സ്വയം ചെയ്ത് പഠിക്കണം. ഓക്കെ, താങ്ക് യു.